എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. രാവിലെ തന്നെ ഞാൻ റെഡിയായി ഇങ്ങനെ പതുക്കെ ഈ പെരുമഴയത്ത് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയി. പതുക്കെ അങ്ങനെ നടന്നങ്ങനെ പോയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി എൻ്റെ താത്ത കുട്ടിയെ കണ്ടു. വഴിയിൽ വെച്ച് കണ്ട ഉടനെ തന്നെ ഒരു കുഞ്ഞു പരാതി പറഞ്ഞു. ഇന്ന് എൻ്റെ ഗേറ്റ് തുറക്കാൻ പറ്റിയില്ല, മഴയായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് താമസിച്ചത് എന്നും പറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം എല്ലാം നല്ല നിഷ്കളങ്കമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. വഴിയിൽ നല്ല പെരുമഴയായത് കാരണം അവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നു. അപ്പോൾ അവസരം കിട്ടിയാൽ ഞാനൊരു ചെറിയ പാട്ടൊക്കെ പാടും. കാരണം അവിടെങ്ങും പരിസരത്തൊന്നും ആരും ഇല്ല എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഒരു പാട്ടും പാടി ഞാനിങ്ങനെ പയ്യെ അങ്ങനെ നടന്നങ്ങനെ പോയി അങ്ങ് ചെന്നു. ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ വണ്ടി 2-3 നിർത്തിയില്ല. ട്രാൻസ്പോർട്ട് നിർത്തിയില്ല, പിന്നെ പ്രൈവറ്റ് നിർത്തിയില്ല. അങ്ങനെ 2-3 അങ്ങനെ പോയിട്ട് പിന്നെ ഒരു ബസ് വന്നപ്പോൾ അതിലാണ് കയറിപ്പോയത് കൂട്ടുകാരെ. പെരുമഴയായിരുന്നു. അന്നേരം ബസ്സിൽ നിന്ന ഒരു ലേഡി പറഞ്ഞു എന്തൊരു മഴയെന്ന്. അപ്പം കണ്ടക്ടർ പറഞ്ഞു പെയ്യട്ടെ മഴ, അങ്ങനെ പെയ്യട്ടെ എന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് എൻ്റെ ഡ്രസ്സിൽ ആരോ ചവിട്ടി, അങ്ങനെ മൊത്തം തുളിയായി. ആ ചെരുപ്പിനകത്തുള്ള അഴുക്കെല്ലാം പറ്റി. പിന്നെ ഞാൻ അവിടുന്ന് ഭയങ്കരമായിട്ട് മേളിൽ നിന്ന് വീഴുന്ന വെള്ളം ഇങ്ങനെ വീഴുന്നു. അതിനകത്തുനിന്ന് പിന്നെ ഇതൊക്കെ വാഷ് ചെയ്തിട്ടാണ് അങ്ങ് ഓഫീസിനകത്തേക്ക് കടന്നത്. അവിടെ ചെന്നപ്പോൾ ആകെ 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയ കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് ബസ്സിലാണ് എല്ലാം. ഇന്നത്തെ യാത്രകൾ മൊത്തം ബസ്സിലായിരുന്നു. ഒരു ബസ്സിൽ അവിടെ നിന്ന് തന്നെ കയറി വന്ന് അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങി. അവിടെ എന്നെ കൃത്യമായ സ്ഥാനത്ത് ഇറക്കിയത് കാരണം കൂടുതൽ നടക്കേണ്ടി വന്നില്ല. ആ മൂലയ്ക്ക് ഇറക്കി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് നടക്കുന്നത് ഇത്തിരി റിസ്ക്കാണ് നടന്നു പോകുന്നത്. കാരണം റോഡെല്ലാം ഇങ്ങനെ പണി നടക്കുന്നു. റോഡിലെ ഇടത് സൈഡിലുള്ള ഓടയെല്ലാം ഇങ്ങനെ ക്ലീനാക്കി ഇട്ടേക്കുകയാണ്. എല്ലാം കരയിലോട്ടൊക്കെ അതിൻ്റെ മണ്ണുകളിങ്ങനെ കൂമ്പാരമായിട്ട് കൂട്ടി ഇട്ടിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ബസ്സും എല്ലാം പോകുമ്പോൾ വെള്ളം ചീറ്റി വീഴുന്നു, നമ്മുടെ ദേഹത്തെല്ലാം വീഴുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകണം, ബാക്കിലോട്ട് നോക്കണം, മുന്നോട്ട് പോകണം, ബാക്കിലോട്ട് നോക്കണം. ഇങ്ങനെ നോക്കി വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ പോകാൻ. കാരണം കാറും ബസ്സും ട്രാൻസ്പോർട്ടും ഫാസ്റ്റും സൂപ്പറും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നല്ല ഗവനിച്ച് വേണം പോകേണ്ടുന്നത്. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, വെള്ളവും തെറിക്കും, നമുക്കത് അപകടം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ചുവട് വയ്ക്കും, ബാക്കിലോട്ടും മുന്നിലോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പെരുമഴയും ഉണ്ട്. ഞാനൊരു കുടയും ഒക്കെ പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അഷ്ടമുടിക്കായലിങ്ങനെ കാണുന്നു. അഷ്ടമുടിക്കായലിലെ കായലിലെ ചിന്ന കിളി ചിൻകാരക്കിളി ചൊല്ലുമോ നിന്നെ എനിക്കിഷ്ടമാണോ. ഇങ്ങനൊന്നും അല്ല പാട്ട്. ഇങ്ങനെ പാട്ടും പാടിയാണ് ഞാൻ നടന്നു പോകുന്നത്. കാരണം എനിക്ക് എന്തും പാടാം. പാട്ടിൻ്റെ വരികൾ നമുക്ക് നാവിൻ തുമ്പിൽ വരുന്നത് പാടാം. നമ്മളുടെ ഇഷ്ടമാണ്. ആരും ചോദിക്കില്ല, ആരും കേൾക്കത്തുമില്ല. ഇത്രയും മഴയത്ത് നമ്മളെന്ത് ശബ്ദം ഉണ്ടാക്കിയാലും ആരും അത്ര ഗവനിക്കത്തില്ല, ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാനിങ്ങനെ ഇടത് സൈഡിലേക്ക് ഇങ്ങനെ നോക്കി അഷ്ടമുടിക്കായലിൻ്റെ ആ ഭാഗത്ത്, ബോട്ട് ജെട്ടിയുടെ ആ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. അവർ ഒരു ബോട്ട് പിടിച്ച് ഉല്ലാസയാത്ര നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്ന് തോന്നുന്നു. 1-2 ബോട്ടുകളെല്ലാം അഷ്ടമുടിക്കായലിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അതിൻ്റെ നല്ല കനത്ത മഴ പെയ്യുമ്പോൾ ആ പ്രകൃതിക്കുണ്ടാകുന്ന ഒരു ഭംഗി, വെള്ളം വന്ന് വീഴുന്നു, കായലിൻ്റെ മനോഹാരിത, പിന്നെ റോഡിലെ വാഹനങ്ങൾ, എന്തോ ഒരു തിരക്ക്. എല്ലായിടത്തും അങ്ങ് വണ്ടികളാണ്, ഒരിടത്ത് സ്ഥലമില്ല. എല്ലായിടത്തും റോഡ് പണി കുറേ കുഴിച്ചിട്ടിരിക്കുന്നു. പിന്നെ അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് വേണ്ട, അങ്ങ് അവിടെ കൂടെ നടന്നു പോകാനൊന്നും പറ്റത്തില്ല. നടന്നു വന്നത് കൊണ്ടാണ് ഞാനിതെല്ലാം കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ
ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ കുഴിച്ച് വലിയ ഗർത്തമായി കിടക്കുകയാണ്. ആ ഗർത്തത്തിലെല്ലാം ഈ വലിയ മഴ പെയ്ത് അഷ്ടമുടി കായലിൻ്റെ കളറിലുള്ള ആ വെള്ളം തന്നെ കെട്ടി ചെളിവെള്ളം എല്ലാം കൂടെ ആയിട്ട് കെട്ടിക്കിടക്കുന്നു. പിന്നെ കായലിൽ നിന്നും കോരി ഇട്ട പ്ലാസ്റ്റിക്കും അതിൻ്റെ മാലിന്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ കാണുന്നു. അതെല്ലാം കൊണ്ടൊരു ബാഡ് സ്മെല്ല് അവിടെ ഉണ്ട്. പിന്നെ തിരക്കാണ്, ഒരുപാട് വാഹനങ്ങളാണ്. ഈ സൈഡിൽ കൂടെ ഇതെല്ലാം കണ്ട് ഞാനിങ്ങനെ നടന്ന് വരികയാണ്. എനിക്ക് നടന്നു വരാനൊന്നും പറ്റുന്നില്ല. കാരണം എനിക്ക് ബാക്കിൽ നോക്കണം, എപ്പോഴും ബാക്കിലോട്ട് നോക്കണം. കാരണം ഓരോ വണ്ടികൾ വരുമ്പോഴും വെള്ളം തെറിക്കുന്നുണ്ട്, എല്ലാം നനഞ്ഞ്. പിന്നെ തിരിഞ്ഞ് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. വണ്ടികൾ ബാക്കിൽ നിന്ന് വരുന്നോന്ന് നോക്കണം, പിന്നെ വെള്ളം തെറിക്കാതെ നോക്കണം. റോഡിൻ്റെ സൈഡിൽ നിൽക്കാൻ ഇടമില്ല, അത് കണ്ടുപിടിക്കണം. അത് മാത്രമല്ല, അഷ്ടമുടി കായലിൻ്റെ ഈ ഭംഗി പാട്ടും പാടി നടന്നു വരികയാണ് ഞാൻ. അഷ്ടമുടി കായലിലെ അന്ന നടക്കോവിലിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ നിന്നെ എനിക്കിഷ്ടമാണോ. ഇങ്ങനൊന്നുമല്ല പാട്ട്, ഇതെൻ്റെ ചുണ്ടത്ത് വരുന്ന പാട്ടാണ്. എനിക്കെന്തും പാടാം, ആരും ചോദിക്കത്തില്ല. കാരണം നമുക്കറിയാവുന്നത് നമ്മൾ പാടുന്നു. ഇങ്ങനെ പെരുമഴയത്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ പാടാറുണ്ട്. കാരണമെന്ന് വെച്ചാൽ ആരും കേൾക്കത്തില്ല, വഴിയിലെങ്ങും ആരും കാണൂല എന്ന് എനിക്ക് ഉറപ്പുള്ള സമയത്ത് മാത്രം അങ്ങനെ പാടി ഞാനിങ്ങ് ഓഫീസിൽ ഇതെല്ലാം കണ്ട്. എല്ലാം പ്രശ്നങ്ങളാണ്. കാരണം റോഡ് ഇങ്ങനെ എല്ലായിടത്ത് ഗട്ടറും ഈ കുഴിച്ചൊക്കെ ഇട്ടേക്കുന്നതും പിന്നെ പണികളിങ്ങനെ നടക്കുന്നതും അതെല്ലാം ഇങ്ങനെ നിർത്തി വെച്ചേക്കെയാണ് ഇപ്പോൾ ഈ മഴയായത് കാരണം. ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ കണ്ട് നടന്ന് അങ്ങ് ഓഫീസിലെത്തിയപ്പോൾ ഒന്നും പറയണ്ട, അവിടെ മൊത്തവും വെള്ളം കെട്ടി കിടക്കുന്നു. നല്ല പൊക്കത്തിൽ വെള്ളമായി. 2 ദിവസം മഴയായപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി 2 ദിവസം വെയിൽ കാണുമ്പോൾ ഈ വെള്ളമെല്ലാം അങ്ങ് വറ്റി പഴയതുപോലെ ആകും. അങ്ങനെ എല്ലായിടത്തും 2 മഴ പെയ്യുമ്പോഴേ വെള്ളത്തിലടിയിലാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് നമ്മൾ വളരെയധികം പേടിക്കേണ്ടുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ചൂടെല്ലാം ഇപ്പോൾ ഒത്തിരി മാറി നല്ല ഒരു സുഖകരമായ ക്ലൈമറ്റ്, രാത്രിയിൽ നല്ല ഉറങ്ങാനും എല്ലാം ഉള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു ക്ലൈമറ്റായി. അങ്ങനെ എല്ലാ കൂട്ടുകാരും ഇതെല്ലാം കണ്ട് ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത്. എനിക്ക് ലൈക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും വീഡിയോസ് കാണുകയെങ്കിലും ചെയ്യണം. ഇന്ന് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഉറക്കമായി കാണും. ഞാൻ ഉറങ്ങാൻ സമയമായപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് വീഡിയോ ഇട്ടത്. ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് കാര്യങ്ങളിങ്ങനെ പറയാതെയാണ് വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഒന്ന് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.